ഹലോ, വെൽക്കം ബാക്ക് ടു ഇഗ്നു പൾസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ബിസിനസ് ലോയിൽ കോൺട്രാക്റ്റ് ആക്ടിനെ പറ്റിയിട്ടാണ്. അപ്പം കോൺട്രാക്റ്റ് ആക്ട് പഠിച്ചാൽ തന്നെ പാസ്സാവാൻ പറ്റും, കാരണം 3 ബ്ലോക്ക് വരെ ഫുൾ കോൺട്രാക്റ്റ് ആക്ടിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം കോൺട്രാക്റ്റ് ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 ആണ് പറയുന്നത്. ഈ കോൺട്രാക്റ്റ് ആക്ട് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അതൊരു ലീഗൽ ഒബ്ലിഗേഷനാണ് ബിറ്റ്വീൻ 2 പാർട്ടീസ്. 2 പാർട്ടികൾ തമ്മിലുള്ള ഒരു ലീഗൽ ഒബ്ലിഗേഷനാണ് ഈ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ തന്നിട്ടുള്ള ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ കോൺട്രാക്റ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് ക്രിയേറ്റിംഗ് ആൻഡ് ഡിഫൈനിങ് ദി ഒബ്ലിഗേഷൻ ബിറ്റ്വീൻ ദി പാർട്ടീസ്. അപ്പം ഏതെങ്കിലുമൊക്കെ ഒരു ഡെഫിനേഷൻ പഠിച്ച് വെക്കുക. ഇനി നമ്മൾ കോൺട്രാക്റ്റ് ആക്ടിൽ തന്നെ പറയുന്ന ഡെഫിനേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. ഒരു എഗ്രിമെൻറ്റ് നിയമപരമായിട്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന എഗ്രിമെൻറ്റുകളെ കോൺട്രാക്റ്റ് എന്ന് പറയും. കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് 2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് എഗ്രിമെൻറ്റും പിന്നൊന്ന് എൻഫോഴ്സിബിലിറ്റി ബൈ ലോയും. അപ്പം എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എഗ്രിമെൻറ്റ് ഇസ് ഈക്വൽ ടു ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ആണ്. ഒരു ഓഫർ നമ്മൾ കൊടുത്തു, അത് അക്സെപ്റ്റ് ചെയ്തു, എന്നാലാണ് അത് എന്താവുക, അതൊരു എഗ്രിമെൻ്റ് ആവുക. ഡെഫിനേഷൻ ആണെങ്കിൽ എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിങ് ദി കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും തിരിച്ചു കൊടുക്കുന്ന ഒരു സംഭവത്തിനെയാണ് കൺസിഡറേഷൻ നമ്മൾ പറയുക. നമുക്ക് എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഓഫറും അക്സെപ്റ്റൻസും കൂടിയതാണ് എഗ്രിമെൻറ്റ്. കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എഗ്രിമെൻറ്റ് ആൻഡ് ഇറ്റ്സ് എൻഫോഴ്സിബിലിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് എ കോൺട്രാക്റ്റ്. ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, അത് നിയമപരമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ എന്താണ്, അതൊരു കോൺട്രാക്റ്റാണ്. എഗ്രിമെൻ്റ് എന്താക്കുന്നില്ല, ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടാക്കുന്നില്ല. പക്ഷെ ഒരു കോൺട്രാക്റ്റ് എന്താണ്, നിയമപരമായിട്ടുള്ളതാണ്. അതിൽ എന്തെങ്കിലും ഡിഫോൾട്ട് പറ്റിക്കഴിഞ്ഞാൽ അത് പിന്നെ എൻഫോഴ്സിബിലിറ്റി ബൈ ലോ ആണ്. ഇനി എഗ്രിമെൻറ്റ് പറയുകയാണെങ്കിൽ ആൻ എഗ്രിമെൻറ്റ് മേ നോട്ട് ബി എ കോൺട്രാക്റ്റ്. അതായത് എല്ലാ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് ആവണമെന്നുണ്ടോ, ഇല്ല. പക്ഷേ എല്ലാ കോൺട്രാക്റ്റും എന്താണ്, എഗ്രിമെൻ്റ് ആണ്. എഗ്രിമെൻറ്റ് ഈസ് നോട്ട് എ കൺക്ലൂഡഡ് ഓർ എ ബൈൻഡിങ് കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് ഈസ് കൺക്ലൂഡഡ് ബൈൻഡിങ് ഓൺ ദി കൺസേൺഡ് പാർട്ടീസ്. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്സ് നോക്കാം. കോൺട്രാക്ട്സ് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് 1 വേർഡ് ആയിട്ട് ചോദിക്കുന്നത് 5 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി ഓൺ ദി ബേസിസ് ഓഫ് ക്രിയേഷൻ ആണെങ്കിൽ എക്സ്പ്രസ് കോൺട്രാക്റ്റും ഉണ്ട്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റും ഉണ്ട്. എക്സ്പ്രസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടോ വാക്കാല പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എഴുതിയിട്ടോ ഉള്ള കോൺട്രാക്റ്റിനാണ് എക്സ്പ്രസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, എ റോട്ട് എ ലെറ്റർ ടു ബി സ്റ്റേറ്റിംഗ് ഐ ഓഫർ ടു സെൽ മൈ കാർ ഫോർ 30,000 ടു ബി അക്സെപ്റ്റ് ദ ഓഫർ ബൈ ലെറ്റർ സെൻഡ് ടു. ഇതെന്താണ്, ഇതൊരു എക്സ്പ്രസ് ആണ്, അവിടെ എഴുതിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ തരുന്നുള്ളത്. ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആണെങ്കിൽ മേ ബി ക്രിയേറ്റഡ് ബൈ ദി കണ്ടക്ട് ഓർ ആക്ട്സ് ഓഫ് പാർട്ടീസ്. ഈ പാർട്ടികൾ തമ്മിലുള്ള ഏതെങ്കിലും പ്രവൃത്തി മൂലം ഉണ്ടാകുന്നതിനെയാണ് ഇംപ്ലൈഡ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ പറയാതെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതെന്താണ്, ഒരു ഇംപ്ലൈഡ് ആയിട്ടുള്ളതാണ്. ഇനി ഓൺ ദി ബേസിസ് ഓഫ് എക്സിക്യൂഷൻ, നടപ്പിലാക്കുന്നതിൻ്റെ ബേസിസിൽ കോൺട്രാക്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എക്സിക്യൂട്ടഡ് ആൻഡ് എക്സിക്യൂട്ടഡ്. എക്സിക്യൂട്ടഡ് എന്ന് പറയാൻ ഓൾറെഡി നടപ്പിലാക്കിയത്. എ ബിക്ക് ഒരു 5,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു, ആ 5,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, എക്സിക്യൂട്ടഡ്, ഓൾറെഡി നടന്നു കഴിഞ്ഞു. എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉള്ള ഒബ്ലിഗേഷൻ എന്താണോ അത് ഇനിയും നടപ്പിലാക്കാനുണ്ട്. 5,000 കൊടുക്കാമെന്ന് പറഞ്ഞു, കൊടുത്തിട്ടില്ല, അത് കൊടുക്കാൻ എന്താണ്, പെൻഡിങ് ആണ്. അപ്പോൾ അതെന്താണ്, എക്സിക്യൂട്ടറിയാണ്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് വാലിഡ് കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിൻ്റെ എല്ലാ ലോയും ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് വാലിഡ് കോൺട്രാക്റ്റ്, നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ എസെൻഷ്യൽസ് ഏതെങ്കിലും ഒന്ന് മിസ്സാണെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്താണ്, വോയിഡാണ്, അല്ലെങ്കിൽ വോയിഡബിൾ ആണ്, ഇല്ലീഗലാണ്, അല്ലെങ്കിൽ അൺഎൻഫോഴ്സിബിൾ ആണ്. എന്തൊക്കെയാണ് എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്റ്റ് നമ്മൾ പഠിക്കും. ഇനി വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ അവിടെയുള്ള ഒബ്ലിഗേഷൻ എന്താണോ അത് നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ള കേസുകളാണ് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയാം. വോയിഡ് കോൺട്രാക്റ്റിൻ്റെ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ സെക്ഷൻ 2J, എ കോൺട്രാക്ട് വിച്ച് സീസസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ. അതായത് ലോ തന്നെ പറയാണ് അത് നടക്കാൻ പറ്റില്ല എന്നുള്ളത്. becomes void when it ceases to be enforceable. നടപ്പിലാക്കാൻ പറ്റാതിരിക്കുമ്പോൾ. It is a contract without any legal effects and is a nullity. ഇനി അടുത്തത് വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ്. വോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതായത് ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്തതാണ് വോയിഡ്. വോയിഡബിൾ എന്ന് പറഞ്ഞാൽ ആ ഒബ്ലിഗേഷൻ നടത്താനുള്ള, അല്ലെങ്കിൽ പറഞ്ഞ നമ്മൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് 2 പാർട്ടീസ് തമ്മിലുള്ളതാണ്. അതിലേതെങ്കിലും ഒരു പാർട്ടിക്ക് അത് വേണ്ട എന്ന് പറയാനുള്ളൊരു റൈറ്റ് ഉണ്ടെങ്കിൽ അതാണ് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അത് എൻഫോഴ്സ് ചെയ്യാതിരിക്കണം.
ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ അറ്റ് ദി ഓപ്ഷൻ ഓഫ് വൺ ഓർ മോർ ഓഫ് പാർട്ടീസ് ദെയർ ഓഫ് ബട്ട് നോട്ട് അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി അതർ ഓർ അതേഴ്സ് ഈസ് എ വോയിഡബിൾ കോൺട്രാക്റ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ബീനെ ഭീഷണിപ്പെടുത്തി, ഇപ്പം ഇതിൽ ഒരു എഗ്രിമെൻറ്റ് പറയുകയാണ്, അത് സൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആപത്തുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ബിക്ക് എന്തുണ്ട്, അത് ചെയ്യാതിരിക്കാനുള്ള ഓപ്ഷനുണ്ട്. അതാണ് വോയിഡബിൾ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ വോയിഡ് എഗ്രിമെൻറ്റും വോയിഡബിളും ആണെങ്കിൽ വോയിഡ് തുടക്കം തൊട്ടേ എന്താണ്, നടപ്പിലാക്കാൻ പറ്റാത്തതാണ്. വോയിഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൽ ഏതെങ്കിലും ഒരു പാർട്ടി ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നടപ്പിലാക്കാൻ പറ്റുന്നതാണ്. ഇനി കോൺട്രാക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ മിസ്സിങ് ആണെങ്കിൽ അതെന്താണ്, വോയിഡാണ്. ഇവിടെ എങ്ങനെയാണ്, എ കോൺട്രാക്റ്റ് ഈസ് വോയിഡബിൾ ഇഫ് ദ കൺസെൻറ്റ് ഓഫ് എ പാർട്ടി ഈസ് നോട്ട് ഫ്രീ. കൺസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതമാണ്. ഒരു പാർട്ടിക്ക് സമ്മതം അല്ലെങ്കിൽ അതെന്തല്ല, അത് വോയിഡബിൾ ആണ്. ഇറ്റ് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ എനി പാർട്ടി. വോയിഡ് എഗ്രിമെൻറ്റ് ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റില്ല. പക്ഷേ വോയിഡബിൾ ഏതെങ്കിലും ഒരു പാർട്ടി വിചാരിച്ചാൽ അത് നടപ്പിലാക്കാൻ പറ്റും. എഗ്രീവ്ഡ് പാർട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ പറ്റും. തേർഡ് പാർട്ടി ഡസ് നോട്ട് അക്വയർ എനി റൈറ്റ്. ആൻഡ് ഇന്നസെൻറ്റ് പാർട്ടി ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ കൺസിഡറേഷൻ അക്വയേഴ്സ് ഗുഡ് ടൈറ്റിൽ ബിഫോർ ദി കോൺട്രാക്റ്റ് ഈസ് അവോയ്ഡഡ്. ടൈം കഴിഞ്ഞു പോയ ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ അത് വോയിഡാണ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് അവോയ്ഡഡ് വിത്തിൻ റീസണബിൾ ടൈം ഇറ്റ് മേ ബി ബിക്കം വാലിഡ്. അതായത് ഒരു സമയത്തിനുള്ളിൽ അത് വോയിഡ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്, വാലിഡാണ്. വോയിഡ് കോൺട്രാക്റ്റുകൾക്കൊന്നും നമുക്ക് ഡാമേജ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാൽ വോയിഡബിളിന് എന്ത് ചെയ്യാം, ഡാമേജ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഭീഷണിപ്പെടുത്തി എന്നുള്ളത്, അതിൻ്റെ പേരിൽ എന്ത് ചെയ്യാം, കേസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇല്ലീഗൽ അല്ലെങ്കിൽ അൺലോഫുൾ കോൺട്രാക്റ്റ് എന്നുള്ളത്, അത് പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം ലീഗലി നടപ്പിലാക്കാൻ പറ്റാത്ത കോൺട്രാക്റ്റുകളെയാണ് ഇല്ലീഗൽ അല്ലെങ്കിൽ അൺലോഫുൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് വോയിഡും അതുപോലെ ഇല്ലീഗൽ എഗ്രിമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസാണ്. ഡിഫറൻസുകളൊക്കെ നോക്കി വെക്കുക, ചോദിക്കാറുണ്ട് എക്സാമിന്. വോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. എന്നാൽ എല്ലാ വോയിഡ് എഗ്രിമെൻറ്റ്സും എന്തല്ല, ഇല്ലീഗൽ ആവണമെന്നില്ല. എന്നാൽ ഇല്ലീഗൽ എഗ്രിമെൻറ്റ്സ് ഒക്കെ എന്താണ്, വോയിഡാണ്. ഇല്ലീഗൽ എഗ്രിമെൻറ്റ്സ് ഒന്നും നടപ്പിലാക്കാൻ പറ്റില്ലല്ലോ. കൊളാട്രൽ ട്രാൻസാക്ഷൻസ് ടു എ വോയിഡ് എഗ്രിമെൻറ്റ് ആർ നോട്ട് എഫക്റ്റഡ്. അതായത് ഇപ്പോൾ നമ്മൾ ബാങ്ക് പോയിട്ട് ഒരു ലോൺ എടുത്തു, അത് ഒരു വോയിഡ് എഗ്രിമെൻറ്റ് നടപ്പിലാക്കാനാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ബാങ്കിലത്തെ ലോണിന് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അത് എന്താണ്, ദേ ഡു നോട്ട് ബിക്കം വോയിഡ്. മറ്റേതിൽ പറയുകയാണെങ്കിൽ ഇല്ലീഗൽ പറയുകയാണെങ്കിൽ കൊളാട്രൽ ട്രാൻസാക്ഷൻ ടു ആൻ ഇല്ലീഗൽ എഗ്രിമെൻറ്റ് ആൾസോ എഫക്റ്റഡ്, ദേ ഓൾസോ ബിക്കം വോയിഡ്. ഇഫ് എ കോൺട്രാക്ട് ബിക്കംസ് ബോയിൻഡ് subsequently the benefit received has to be restored to the other party. വോയിഡ് എഗ്രിമെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പൈസ തിരിച്ചു കൊടുക്കണം. ഇല്ലീഗൽ ആണെങ്കിൽ അത് നമുക്ക് ക്ലെയിം ബാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും എന്താണ്, വാലിഡാണ്. പക്ഷെ ചില ടെക്നിക്കൽ ഡിഫക്റ്റ് കാരണം അത് നമുക്ക് നടപ്പിലാക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോൺ രജിസ്ട്രേഷൻ ഓഫ് ദി എഗ്രിമെൻ്റ് ആവാം, അല്ലെങ്കിൽ നോൺ റീപേയ്മെൻറ്റ് ഓഫ് ദി റിക്വസ്റ്റ്, സ്റ്റാമ്പ് ഫീ എക്സെട്ര. ഇൻ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് നോക്കാം. നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു എസെൻഷ്യൽ മിസ്സിങ് ആണെങ്കിൽ അത് വോയിഡ് ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എസെൻഷ്യൽസ് നോക്കാം. സെക്ഷൻ 10 പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ all agreements are contract if they are made by the free consent of the parties competent to contract for a lawful consideration and with a lawful object and are not hereby expressly declared to be void. ഈ ഡെഫിനേഷൻ പഠിച്ചു വെക്കണം. അതായത് ഫ്രീ കൺസെൻറ്റോടെയാണ് ഉണ്ട്. ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം സമ്മതത്തോടു കൂടി, ആരുടെയും നിർബന്ധപ്രകാരം ഒന്നല്ല, സ്വയം സമ്മതത്തോട് കൂടിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുന്ന ആൾക്കാർ, അത് ആരൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും. ലീഗൽ കൺസിഡറേഷനും അതേപോലെ ലീഗൽ ഒബ്ജക്റ്റും, പിന്നെ എന്താണ്, അതൊരിക്കലും വോയിഡ് അല്ലാത്തതും ആയിട്ടുള്ളതാണ്. നമുക്ക് എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോപ്പർ ഓഫറും പ്രോപ്പർ അക്സെപ്റ്റൻസും ഉണ്ടായിരിക്കണം. ഒന്ന്, നിർബന്ധമായിട്ട് 2 പാർട്ടീസ് ഉണ്ടായിരിക്കണം. അതിൽ ഒരാൾ ഓഫർ കൊടുക്കുന്ന ആളും മറ്റാൾ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആളും ആയിരിക്കണം. ഇനി ഓഫറും അക്സെപ്റ്റൻസും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് യൂണിറ്റ് 2 പഠിക്കാം. രണ്ടാമത്തത് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. അവിടെ എന്തുണ്ടായിരിക്കണം, ലീഗലി ഉള്ള ഇടപാടുകളാണ് നമുക്ക് പറ്റുള്ളൂ. ലീഗലി അല്ലാത്തതൊന്നും എന്തല്ല, എഗ്രിമെൻറ്റ്സ് അല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരാൾ ഡിന്നറിന് ക്ഷണിച്ചു, അതെന്താണ്, അവിടെ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടാക്കുന്നുണ്ടോ, ഇല്ല. അപ്പോൾ അതെന്തല്ല, അതൊരു കോൺട്രാക്റ്റ് അല്ല. അടുത്ത എസെൻഷ്യൽ എന്ന് പറയുന്നത് ഫ്രീ കൺസെൻറ്റാണ്. അതായത് ആരുടെയും നിർബന്ധപ്രകാരമല്ലാതെ സ്വമേധയാ ആ ഒരു ഇതിലേർപ്പെടാൻ പറ്റുന്ന
അതിനെയാണ് ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുക. ഫ്രീ കൺസെൻറ്റ് എന്ന് ഡെഫിനേഷൻ പറയുന്നത് ഇങ്ങനെയാണ്: കൺസെൻറ്റ് ഇസ് സെഡ് ടു ബി ഫ്രീ വെൻ ഇറ്റ് ഇസ് നോട്ട് കോസ്ഡ് ബൈ കോയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ഓർ മിസ്റ്റേക്ക്. അതായത് അത് ഒരു ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഇൻഫ്ലുവൻസ് കൊണ്ടോ, ഇനി ഫ്രോഡ് വഴിയോ മിസ്റെപ്രസെൻറ്റേഷൻ വഴിയോ മിസ്റ്റേക്ക് വഴിയോ ഒന്നും അല്ലാണ്ട് സ്വമേധയാ എടുക്കുന്ന തീരുമാനങ്ങളിലാണ് ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുക. ഇനി കപ്പാസിറ്റി ഓഫ് ദി പാർട്ടീസ്: ഏതെങ്കിലും ഒരു വ്യക്തി കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റാത്ത ആളാണെങ്കിൽ അവിടെ എന്തല്ല, ആ കോൺട്രാക്റ്റ് വാലിഡ് അല്ല. ഇനി ആർക്കൊക്കെയാണ് പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഏജ് ഓഫ് മെജോറിറ്റി, അതായത് 18 വയസ്സിന് മുകളിലുള്ളവർ. പിന്നെ സൗണ്ട് മൈൻഡ്, അതായത് നല്ല സ്ഥിരതയുള്ള ആളാണ് ഉദ്ദേശിച്ചത്. പിന്നെ മുന്നൊരിക്കലും നിയമപരമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല എന്ന് പറയാത്ത ഒരാൾ, ഇപ്പോൾ ഏതെങ്കിലും കേസിൽ പെട്ടതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അടുത്തത് ലോഫുൾ കൺസിഡറേഷനാണ്. നമ്മൾ പറഞ്ഞു 2 പാർട്ടികൾ തമ്മിലുള്ളതാണ്, ഒരാൾ ഓഫറും ഒരാൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതും ആയിരിക്കും. അപ്പോൾ അതെന്തായിരിക്കണം? എഗ്രിമെൻറ്റ് സപ്പോർട്ടഡ് ബൈ കൺസിഡറേഷൻ, സംതിങ് ഇൻ റിട്ടേൺ, തിരിച്ച് എന്തെങ്കിലും കൊടുക്കണം. അത് ഇന്നതാവണം എന്നുള്ള വാല്യൂ ഇല്ല, അത് ഇത്ര ആവണം എന്നുള്ളതില്ല, എന്തെങ്കിലും ഇൻ റിട്ടേൺ എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. ഇനി കൺസിഡറേഷൻ മണി തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പിന്നെ ലോഫുൾ ഒബ്ജക്റ്റ്, ആ എഗ്രിമെൻറ്റിൻ്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് എന്തായിരിക്കണം? നിയമപരമായിട്ട് ലോഫുൾ ആയിരിക്കണം. നിയമം നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ആവരുത്. ഇപ്പം ഒരു വീട് വാടകയ്ക്ക് എടുത്തു, അത് ഗ്യാംബ്ലിങ്ങിനാണെങ്കിൽ അതെന്താണ്? അത് വോയിഡാണ്. ഇനി എഗ്രിമെൻറ്റ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലയർഡ് വോയിഡ്. അങ്ങനത്തെ എഗ്രിമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റെസ്ട്രെയിൻ ഓഫ് മാരേജ്, എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്, എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് ട്രേഡ്, എഗ്രിമെൻറ്റ് ബൈ വേ ഓഫ് വേജർ, അങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഇനി അടുത്തത് സെർട്ടനിറ്റി ഓഫ് മീനിങ് ആണ്. എഗ്രിമെൻറ്റ് വിച്ച് ഈസ് നോട്ട് സെർട്ടൻ ആൻഡ് ദ മീനിങ് ഓഫ് വിച്ച് ഈസ് നോട്ട് സെർട്ടൻ, ദ capable ഓഫ് ബീങ് മെയ്ഡ് സെർട്ടൻ ആർ വോയിഡ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബിക്ക് 100 tons ഓഫ് ഓയിൽ സെല് ചെയ്യാമെന്ന് പറഞ്ഞു, എന്നാൽ സ്പെസിഫിക്കലി ഏത് ഓയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവിടെ എന്താണ്? ഒരു അൺസർട്ടനിറ്റി ഓഫ് മീനിങ് ഉണ്ട്. ഇനി പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ, ഫിസിക്കലി ആയിക്കോട്ടെ ലീഗലി ആയിക്കോട്ടെ, അങ്ങനെ ഇമ്പോസിബിൾ ആയിട്ടുള്ളതുകൾ ഒന്നും എഗ്രിമെൻ്റായിട്ട് അല്ലെങ്കിൽ കോൺട്രാക്റ്റായിട്ട് കണക്കാക്കാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നാളെ നീ മഴ പെയ്യിച്ചാൽ ഇന്നത് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മളല്ലല്ലോ മഴ പെയ്ക്കുന്നത്. അപ്പം അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ ലീഗൽ ഫോർമാലിറ്റീസ്, അത് നമ്മൾ പറഞ്ഞു അത് ഓറലാവാം റിട്ടൺ ആവാം എന്നുള്ളത്. റിട്ടൺ ആണ് ഒന്നുകൂടി നല്ലത് കേസുകളൊക്കെ ഒഴിവാക്കാനായിട്ട്. എന്നാൽ ചിലതിൽ ഈ റിട്ടൺ ആയി തന്നെ വേണമെന്ന് നിർബന്ധം ഉള്ളതുണ്ടാവും. അങ്ങനത്തതിൽ എന്താവണം? റിട്ടൺ ആയിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയാണ് എസെൻഷ്യൽസ്. അപ്പം ഈ യൂണിറ്റ് ഇവിടെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കാം. അടുത്ത യൂണിറ്റായിട്ട് പെട്ടെന്ന് തന്നെ വരാം. ഇതുപോലത്തെ ഇഗ്നോ കോണ്ടൻറ്റ്സിന് നമ്മൾ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.